ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ സൂചിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ പോകുമ്പോൾ നമുക്ക് അത് എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അല്ലെങ്കിൽ താഴെ വീഴുമ്പോൾ ആ ഫ്ലോറ് ഇനിയിപ്പോൾ ടൈലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ എടുക്കാൻ പാടായിരിക്കും. അതേപോലെ കാർപ്പറ്റിലൊക്കെ വീഴുവാണേലും അതും കാണാനും എടുക്കാനും ഒക്കെ പാടായിരിക്കും. അതേപോലെ ടൈലിലൊക്കെ വീഴുമ്പോൾ ആ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ തന്നെ ആണെങ്കിലും എടുക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സൂചി നൂല് ഈസി ആയിട്ട് നമുക്ക് കോർക്കാൻ പറ്റും. എത്ര കണ്ണ് കാണത്തില്ലെങ്കിലും നമുക്കത് കോർക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കോർക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അറിയാത്തവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണ്. ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് 2 ടീസ്പൂണ് ഗോതമ്പൊടി ഇടുന്നുണ്ട്. അതേപോലെ 1 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പാറ്റാഗുളിയാണ്. അപ്പോൾ അതൊന്ന് പേപ്പർ വെച്ചൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചാനലിൽ ഇതുപോലുള്ള വളരെ നല്ല നല്ല ടിപ്പുകളുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടിയ ഷാമ്പു ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാമ്പു ആണ് എടുക്കുന്നത്. അത് 1 ടീസ്പൂണോളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പം കുറേശ്ശായിട്ട് ആഡ് ചെയ്യണം. വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം കുറേശ്ശായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം തുണിയാണ് വേണ്ടത്. അപ്പോൾ തുണി എടുക്കുമ്പോൾ നല്ല കോട്ടൺ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനൊരു കഷ്ണം തുണി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. ഒരു 4 പീസാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സിസേഴ്സ് എടുത്ത് തുണി മുറിക്കുന്ന സമയത്ത് ടിപ്പ് ഓർത്തപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ മെഡിസിൻ്റെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച് കയറുന്ന മെഡിസിൻ്റെ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് സിസേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മൂർച്ചയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ആ മെഡിസിൻ സ്ട്രിപ്പ് ഒന്ന് സിസേഴ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ സിസേഴ്സിന് നല്ല മൂർച്ച കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ടിപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെട്ടി വെച്ചേക്കുന്ന ഓരോ കഷ്ണം തുണിയിലും നമ്മൾ ഉണ്ടാക്കിയ ആ മിശ്രിതം
തൂത്ത് കൊടുക്കാവുന്നതാണ്. ബ്രഷ് ഉപയോഗിച്ചോ നമുക്ക് സ്പൂൺ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സ്പൂൺ കൊണ്ട് തന്നെ അതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ആണെങ്കിൽ നമുക്ക് എവിടെയാണോ എലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത്, നമുക്കറിയാമല്ലോ എലി വന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ വരവിന് പോക്കും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ അറിയാം, ആ സ്ഥലത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. അന്നേരം അങ്ങനെ വെക്കുന്ന സമയത്ത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വെളിയിലൊക്കെ ആണെങ്കിൽ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതിൽ നാഫ്തലിൻ ബോൾ പൊടിച്ച് ചേർത്താണ്. അതേപോലെ നാഫ്തലിൻ ബോൾ ചേർത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ അതും പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നാഫ്തലിന് അപ്പോൾ ബോൾ ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾ എടുക്കാതെയും വളർത്തുമൃഗങ്ങളുടെ വായിൽ ചെല്ലാതെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ നാഫ്തിൻ ബോൾ പൊടിച്ച് ചേർത്താണ്. അതുപോലെ കർപ്പൂരം ചേർക്കുകയാണെങ്കിലും ഈ ഒരു ടിപ്പ് പല്ലിയെയും പാറ്റയും ഒക്കെ അകറ്റി നിർത്താനായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.